ചായയുടെ കൂടെ കുറിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ പറ്റുന്ന ക്രിസ്പി ആയിട്ടുള്ളൊരു പാവയ്ക്ക ഫ്രൈ. പാവയ്ക്ക കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കുക. അതിനകത്ത് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം കനം കുറച്ച് അരിഞ്ഞെടുക്കുക. അരിഞ്ഞ പാവയ്ക്കയിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ പുരട്ടി നന്നായി ഒന്ന് പുരട്ടി അരമണിക്കൂർ വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്ത് അതിൻ്റെ നീര് കളഞ്ഞാൽ കയ്പ്പ് കുറഞ്ഞു. ഇതിലേക്ക് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം. ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് അരിപ്പൊടി, കുറച്ച് കോൺഫ്ലോർ, കുറച്ച് കടലമാവ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ അല്പം ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞ് വെച്ച പാവയ്ക്ക് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. എന്നിട്ട് ആ പുരട്ടിയ പാവയ്ക്ക് ആ സൈഡിലോട്ട് മാറ്റിയിട്ട് അല്പം വെള്ളം കുടഞ്ഞ് ആ വെള്ളമായി എല്ലായിടും ഒന്ന് പറ്റിച്ചതിന് ശേഷം വീണ്ടും ആ പൊടിയിലിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കുറേ നല്ലപോലെ അതിനകത്ത് മസാല കോട്ടായിട്ട് കിട്ടും. വീണ്ടും അല്പം വെള്ളം കുടഞ്ഞതിന് ശേഷം കുറച്ച് ഇങ്ങനെ അരിപ്പൊടിയും പിന്നെ നമ്മൾ കോൺഫ്ലോറൊക്കെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് പറ്റിയതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലിട്ട് പിന്നെ ഇത് കുറേശ്ശെ ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വറുത്തെടുത്താൽ നല്ല കരുകരുപ്പിന് ഇതുപോലെ കിട്ടും. സൂപ്പർ ടേസ്റ്റ് ആവും.